ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വേണം നമ്മൾ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ കുറച്ച് തക്കാളി, അതായത് ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, കുറച്ച് കോളിഫ്ലവർ, 2 പച്ചമുളക്, ഒരു കഷ്ണം സവാള, കുറച്ച് ലെറ്റൂസിൻ്റെ ഇല എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിച്ചപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ബ്രോക്കോളി ഉണ്ടെങ്കിൽ അതും നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് സോയാബീൻ കൂടി ഞാൻ എടുക്കുന്നുണ്ട്, അതൊന്ന് വേവിച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ. അപ്പോൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ഒലിവ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ ചേർക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും മഞ്ഞപ്പിത്തമായിരുന്നല്ലോ, അതുകൊണ്ട് മഞ്ഞപ്പിത്തം വന്നാൽ നമുക്ക് ഒലിവ് ഓയിൽ കഴിക്കാൻ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒലിവ് ഓയിൽ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ ചേർത്ത് സവാളയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സോട്ടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കോളിഫ്ലവറും ക്യാരറ്റും തക്കാളിയും 2 പച്ചമുളകും അതേപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിന് ഒരു 3/4 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1.25 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. സോയാബീൻ ഇതേപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോയാബീൻ ലെറ്റൂസും ചേർത്ത് കൊടുക്കണം. അതിനു മുമ്പായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടോ. ഉപ്പ് ഇവിടെ ഇന്ദുപ്പാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതും മഞ്ഞപ്പിത്തത്തിന് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ദുപ്പ് യൂസ് ചെയ്യുന്നത്. പിങ്ക് സോൾട്ട് ഇല്ലേ, അതാണ്. അപ്പോൾ ലെറ്റൂസിൻ്റെ ഇലയും സോയാബീൻ കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് വെജിറ്റബിൾസിലൊന്ന് പിടിക്കും കേട്ടോ. നമുക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ വേണ്ടൂ കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾ ചേർക്കാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വെറും ഗരം മസാലയും കുരുമുളക് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വൈറ്റ് കളർ കിട്ടും. ഇപ്പോൾ മഞ്ഞൾ ചേർത്തിട്ട് ഒരു യെല്ലോയിഷ് കളറിൽ നമുക്ക് പുലാവ് കിട്ടും. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പുലാവ് എന്ന് പറയുന്നത് നമ്മളെ ബിൽറൂബിൻ കുറക്കാൻ സഹായിക്കുന്ന വെജിറ്റബിൾസാണ് നമ്മളിതിൽ ചേർക്കുന്നത്. കോളിഫ്ലവർ ആയിക്കോട്ടെ, സോയാബീൻ ആയിക്കോട്ടെ, ക്യാരറ്റ് ആയിക്കോട്ടെ, പിന്നെ ലെറ്റൂസ് ആകട്ടെ, ഇതൊക്കെ ബിൽറൂബിൻ കുറക്കാൻ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തിളപ്പിച്ചിട്ടൊന്നുമില്ല, പച്ചവെള്ളം തന്നെയാണ് ചേർത്തത്. തിളപ്പിച്ചതും ചേർക്കാം, അങ്ങനെ പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും. വെള്ളം തിളക്കാനൊന്നും ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി കൈയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഇഫുമാണ് ചേർക്കുന്നത്. ഇങ്ങനെ മല്ലിച്ചപ്പ് ചേർക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മല്ലിച്ചപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിലാണ്, ഹൈ ഫ്ലെയിമിൽ 2 വിസിലാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ഒരു വിസിൽ ആകും. സാധാ കൈമ റൈസ് ആണെങ്കിൽ ഒരു വിസിൽ മതി. ഇത് ബിരിയാണി ഗോൾഡ് എന്ന് പറയുന്ന അരിയാണ്, അതുകൊണ്ട് ഒരു 2 വിസിൽ എന്തായാലും വേണം. എനിക്ക് കുറച്ച് ചോറ് അത്യാവശ്യം നല്ല രീതിയിൽ വേവും വേണം കേട്ടോ. തണുക്കുമ്പോൾ ഹാർഡാകാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ 2 വിസിൽ തന്നെയാണ് നെയ്ച്ചോറ് വെക്കുമ്പോഴത്തേക്കും കൊടുക്കൽ. അതുകൊണ്ട് 2 വിസിൽ തന്നെ കൊടുത്ത് ഓഫാക്കി ഇട്ടിട്ടുണ്ട്. പ്രഷർ പോയിട്ടാണ് തുറക്കുന്നത് കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, നമ്മുടെ പുലാവ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഇത് നമുക്ക് 3 പേർക്ക് രാത്രി കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയത്. ചെറിയ അളവിലാണ് ഉണ്ടാക്കിയത്, പക്ഷേ വളരെ ഹെൽത്തിയാണ്.
മഞ്ഞപ്പിത്തം ഉള്ളവരാണെങ്കിൽ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മറ്റുള്ള എണ്ണകളൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല, പക്ഷേ ഒലിവ് ഓയിൽ നമുക്ക് കഴിക്കാം. ഇതേപോലെ ഈ വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കാം. എൻ്റെ ബിൽറൂബിനെല്ലാം 7ൽ നിന്ന് 3 പെട്ടെന്ന് തന്നെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.